ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഇതേ ഒരു മോഡൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചേഞ്ചായി. സോ അതിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പക്ഷേ നേരത്തെ നമ്മളൊരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, 1 വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോയും ഈ വീഡിയോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പണ്ട് നമുക്ക് ലെവറേജസ് ഉണ്ടായിരുന്നു, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. സോ അതേ പാറ്റേൺ ഇപ്പോൾ ഫോളോ ചെയ്താൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, റൈറ്റ്? എന്ന് നിങ്ങൾക്കറിയാം. നേരത്തെ ലെവറേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു. തോന്നിയ പോലെ ലെവറേജ് കൊടുക്കുന്ന ബ്രോക്കേഴ്സ് ആയിരുന്നു കൂടുതലെന്ന് നമുക്കറിയാം. 20, 50, 100 കൊടുത്ത ബ്രോക്കേഴ്സ് ഉണ്ട്. അവർ അത് ആ ഒറ്റ ലെവറേജിൻ്റെ മുകളിൽ പിടിച്ചു നിന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾക്കറിയാം, ലെവറേജ് കൊടുക്കുന്നത് ശരിക്കും ലോൺ കൊടുക്കുന്ന പോലെയാണ്. ആ ലെവറേജ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷൻ, അതായത് ബ്രോക്കറേജും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നു. അതായത് അവർ കുറച്ച് പൈസ നമുക്കൊരു ഇൻട്രാഡേ ബേസിസിൽ തരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിനേക്കാളും കുറച്ച് കൂടുതലാണ് അവർക്ക് അവരുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്നത്. സോ അത് തന്നെ വലിയൊരു ബിസിനസ്സായിരുന്നു, റൈറ്റ്? അപ്പോൾ കാലം മാറി. ഇപ്പം നമുക്കറിയാം, മാക്സിമം 5% മാത്രമാണ് ലെവറേജ്. അതായത് 20,000 രൂപ കയ്യിലുള്ള ഒരാൾക്ക് 1,00,000 രൂപയുടെ സ്റ്റോക്സ് മാത്രമേ മേടിക്കാൻ പറ്റൂ. സോ ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങേണ്ട കാര്യമാണ് ഇക്വിറ്റിയും FNIയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരധികം ശ്രദ്ധിക്കാതെ ഇഗ്നോർ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടി ഡെഫിനറ്റായിട്ട് പറയാതെ എനിക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ പറയാം, ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മൾ വാങ്ങുന്നു, കൂടിയ വിലയിൽ വിറ്റാൽ ലാഭം, കുറഞ്ഞ വിലയിൽ വിറ്റാൽ നഷ്ടം. അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, കുറഞ്ഞ വിലയിൽ വിറ്റാൽ ലാഭം, കൂടിയ വിലയിൽ വിറ്റാൽ നഷ്ടം. ഇത്രയാണ് ഇക്വിറ്റിയിലെ ട്രേഡിംഗ്. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പക്ഷേ കോവിഡ് കാലത്തിന് ശേഷമാണ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഭയങ്കര ഒരു എക്സ്ട്രീമായിട്ട് മാർക്കറ്റിലോട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഓപ്ഷൻ ബൈയിങ്, അല്ലെങ്കിൽ സ്പെഷ്യലി ഓപ്ഷൻ സെല്ലിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലും. ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ട്രേഡർ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇക്വിറ്റിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം പലരും പറയാറുണ്ട്, ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് ഡയറക്ഷൻ അറിയേണ്ട ആവശ്യമില്ല. ശരിയാണ്, ഓപ്ഷൻ സെല്ലിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ ഡയറക്ഷൻ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ബേസിക് ഡയറക്ഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമ്മളുടെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടും കാര്യമില്ല, അത് ഏതെങ്കിലും ഒരു ദിവസം തിരിഞ്ഞടിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് സാധനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെഫാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രൈസ്, ബേസിക്കായിട്ട് പ്രൈസ് ബൈയിങ് സെല്ലിങ് നടക്കുന്നു. അപ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് പ്രൈസ് പോകുന്നു, അല്ലെങ്കിൽ സപ്ലൈ ഉള്ള സ്ഥലത്ത് നിന്ന് പൈസ താഴേക്ക് വരുന്നു. ഇതുപോലെയുള്ള ബേസിക് സ്റ്റഫ് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാതെ അതെവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കുന്നതല്ല, അത് ട്രേഡ് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഇൻട്രാഡേയിൽ വളരെ ഈസി ആയിട്ട് ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതേ തിങ്കിങ് ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഒരു കംപ്ലീറ്റ് ഡയറക്ഷൻലെസ് ആയിട്ട് ഫാർ OTM ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്റ്റൈലും കൂടി ഉണ്ട്, റൈറ്റ്? 2 തരത്തിലാണ് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫാർ OTM, പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് നിയർ ബൈ ചെറിയ OTMs ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, ഏതാണെങ്കിലും മാർക്കറ്റിൻ്റെ ഡയറക്ഷനെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം, നമ്മൾ ആദ്യം പറയുന്നത് ഇക്വിറ്റിയിൽ എത്ര ക്യാപിറ്റൽ വേണമെന്നാണ്. കാരണം ഇക്വിറ്റിയിൽ നമുക്ക് വേണ്ട ക്യാപിറ്റലും അല്ലെങ്കിൽ FNOയിൽ നമുക്ക് വേണ്ട ക്യാപിറ്റലും ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇക്വിറ്റിയിൽ നമുക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ, മിനിമം ക്യാപിറ്റൽ ഈ ഒരു സമയത്ത്, അതായത് ലെവറേജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. അതായത് ഈ 50,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും. നമ്മൾ നേരത്തെ പണ്ടൊക്കെ 5,000, 10,000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അന്നേരം ലെവറേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം 5 times ലെവറേജ് ആണ്. അപ്പോൾ ഒരു 50,000 നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ബൈയിങ് പവർ 2,50,000 രൂപയുടെയാണ്. അപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണ്, ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 250 സ്റ്റോക്ക് മാക്സിമം മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അങ്ങനെയാണെങ്കിൽ 20,000 രൂപ കയ്യിലുണ്ടായാൽ പോരെ. കാരണം നമുക്ക് 1,00,000 രൂപയുടെ ബൈയിങ് പവർ കിട്ടും. ഈ 1,00,000 രൂപയുടെ ബൈയിങ് പവറിൽ നമുക്ക് 100 സ്റ്റോക്ക്, 1000 രൂപയുടെ 100 സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, റൈറ്റ്? ശരിയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു കാവിയാറ്റ് എന്താണുള്ളതെന്ന് വെച്ചാൽ, ആസ് എ ബിഗിനർ നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മളുടെ ബൈയിങ് പവർ, അതായത് ലെവറേജ് അടക്കമുള്ള പൈസയാണ് ഞാൻ പറയുന്നത്, ഈ ബൈയിങ് പവർ 100% ഒരിക്കലും ഒന്നിച്ച് ഉപയോഗിക്കാതിരിക്കുക.
നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡയറക്ഷൻ മനസ്സിലായി, നിങ്ങളൊരു പ്രോഫിറ്റബിളായി വരുമ്പോൾ നമുക്കിത് ചെയ്യാം. പക്ഷേ ആസ് എ ബിഗിനർ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ ബൈയിങ് പവറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 20,000 രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. അങ്ങനെയാണ് 100 ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും 1000 രൂപയുടെ. 100 × 1000 1,00,000. പക്ഷേ ഈ 100 ഷെയർ ഒന്നിച്ച് വാങ്ങുന്നതിന് പകരം മിനിമം ഒരു ഹാഫ് എങ്കിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക തുടക്കത്തിൽ. കാരണം നമ്മളൊരു ട്രേഡ് എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ 100 ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ സെർട്ടൈനാണ് മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്നുള്ളത്, റൈറ്റ്? പക്ഷേ അങ്ങനെയാണോ മാർക്കറ്റ്? ഒരിക്കലുമല്ല. ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. സോ നമ്മൾ പഠിക്കുമ്പോൾ മാർക്കറ്റിൽ ആദ്യം ട്രേഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 50% അല്ലെങ്കിൽ ടോട്ടൽ ബൈയിങ് പവറിൻ്റെ 50% മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. നിങ്ങൾക്ക് വീണ്ടും ഒരു സിഗ്നൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് 50 ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ വേറൊരു സ്റ്റോക്ക്, നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ ഓൾറെഡി ട്രേഡ് ചെയ്യുകയാണ്, മറ്റൊരു സ്റ്റോക്കിലാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം, ഞാനിവിടെ പറയുന്നത് നിങ്ങളെ നാളെ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതിലല്ല. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പുറകെയാണ് നിങ്ങൾക്കറിയാം മാക്സിമം ബിഗിനേഴ്സും പോകുന്നത്. കാരണം അതുപോലെയുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇത് ഈസിയാണ് എന്ന് ചിന്തിച്ച് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് വേണ്ടതൊരു പ്രോസസ്സാണ്, പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് തന്നെ പുറകെ വരും എന്നുള്ള കാര്യം അതാണ് ഞാൻ ഈ റിപ്പീറ്റഡായിട്ട് നിങ്ങളോട് പറയുന്നത്. സോ ഈ ഒരു 50,000 എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ 2,00,000 രൂപയുടെ ബൈയിങ് പവർ നമ്മളുടെ കയ്യിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഹാഫ്, അതായത് ഞാൻ പറഞ്ഞു 250 സ്റ്റോക്ക് നമുക്ക് മേടിക്കാൻ പറ്റും 1000 രൂപയുടെ ഒരു സ്റ്റോക്കാണെങ്കിൽ. അതിന് പകരം നമ്മൾ അതിൻ്റെ പകുതിയാണ് ശരിക്കും ആസ് എ ബിഗിനർ വാങ്ങേണ്ടത്. ഒരു 50% ആദ്യം ട്രേഡ് ചെയ്യുക. അപ്പോൾ 50% എന്ന് പറയുന്നത് എത്രയാണ്? 125 ആണ് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഈ 125ൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് ഒരു 1:1 എങ്കിലും മൂവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഈ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ കഴിഞ്ഞ വീക്സിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. സോ ഈ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഞാൻ വിചാരിക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നവരെ ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലല്ല. മാർക്കറ്റ് നമുക്ക് പൈസ തരാൻ തുടങ്ങുമ്പം അതിൽ നിന്ന് കുറേശ്ശെ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പാർഷ്യൽ ബുക്കിംഗ് ചെയ്യാനും പറ്റും. അതിനുശേഷം ആ സ്റ്റോക്കിൽ തന്നെ പാർഷ്യൽ ബുക്കിംഗ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സിഗ്നൽ കിട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് വീണ്ടും ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ബാക്കി നിങ്ങളുടെ ലെവലിനനുസരിച്ച് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, ഇറ്റ്സ് ഓക്കെ. ഇനി അങ്ങനെയല്ല, തിരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് ബുക്ക് ചെയ്യുക. ഞാൻ ഈ രീതിയിൽ നിങ്ങളുടെ ഓപ്പണായിട്ട് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും, ഇത് ഇത്രയൊക്കെ വേണോ, ഇങ്ങനെയാണോ സംഭവം എന്നുള്ളത്. പക്ഷേ ഇത് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, ഈ കാലത്ത് ഒരു തട്ടുകട ഇടണമെങ്കിൽ പോലും 5-10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു കാലമാണ്. അപ്പോൾ നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ്മെൻറ്റെങ്കിലും ഇല്ലാതെ ഈ ഫീൽഡിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ ഇത്രയൊന്നും ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ട്രേഡിംഗ് വ്യൂവിൽ പേപ്പർ ട്രേഡിംഗ് ഫ്രീ ആണ്. നേരത്തെ ഒരു വർഷം മുമ്പൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അതിൽ $1,00,000 നമുക്ക് കിട്ടും. ആ ഡോളർ വെച്ച് നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാം. പേപ്പർ ട്രേഡിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇമോഷൻസ് ഉണ്ടാവില്ല, കാരണം നമ്മളുടെ റിയൽ മണിയല്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ റിയൽ പാഷൻ ഉണ്ട്, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം പൈസയായി കണ്ട് ശരിക്കും നിങ്ങളുടെ പൈസ ഇടുന്നത് പോലെ തന്നെ ചെയ്ത് ട്രേഡ് ചെയ്യുക. ഒരു 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത് 1 നിന്ന് 10ലേക്ക് എത്തും. പക്ഷേ ഇതിനൊന്നും ആരും റെഡി ആവില്ല, അതാണ് പ്രശ്നം. എത്ര നമ്മൾ പറഞ്ഞാലും ആൾക്കാർക്ക് അതല്ല വേണ്ടത്. പെട്ടെന്ന് പ്രോഫിറ്റ് ആവുക, കുറച്ച് ഗ്രീൻ കാണുക എന്നുള്ള ഒരേ ഒരു കൺസെപ്റ്റാണ് ആൾക്കാരുടെ ഭൂരിഭാഗം. ഇതിൽ വേറൊരു പ്രശ്നം എന്തായി പേപ്പർ ട്രേഡിങ്ങിൻ്റെ എന്ന് വെച്ചാൽ, നമ്മൾ പേപ്പർ ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരാഴ്ച നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീൻ ആണെങ്കിൽ നമ്മളുടെ മനസ്സിൽ അറിയാതെ തോന്നിപ്പോവും, ഇത് ഞാൻ എൻ്റെ റിയൽ അക്കൗണ്ടിൽ ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്ന് നമ്മൾ പേപ്പർ ട്രേഡിംഗ് ഒഴിവാക്കി ഇതിലേക്കൊക്കെ പോകും. പക്ഷേ പേപ്പർ ട്രേഡിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ വെച്ച് കളിക്കുന്നതിന് പകരം ഈ പേപ്പർ ട്രേഡിംഗ് തന്നെ ചെയ്യുക. ഈ ക്യാപിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എപ്പോഴും അതൊരു സ്കെയറി ക്യാപിറ്റൽ ആവാൻ പാടില്ല. നമ്മൾ പേടിച്ച് ഈ പൈസ പോയാൽ എൻ്റെ ജീവിതം പോയി എന്നുള്ള രീതിയിലുള്ളൊരു പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊരിക്കലും മാർക്കറ്റ് ഇടാൻ പാടില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ഇമോഷൻ, സ്ട്രെസ് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ എക്സ്ട്രീം ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ ഈ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഇല്ല, എൻ്റെ എല്ലാം പോയി എന്നുള്ളൊരു കണ്ടീഷനിലുള്ള പൈസയാണ് നിങ്ങൾ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫെയിൽ ആയി കഴിഞ്ഞു. പല ആൾക്കാരും പേഴ്സണൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ ചിട്ടി പിടിച്ച പൈസ എടുത്തൊക്കെ മാർക്കറ്റിലിട്ടുകൊണ്ട് കളഞ്ഞ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്.
ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം നമ്മളുടെ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്, ഇത്രയെങ്കിലും എനിക്ക് കിട്ടണം. സോ നമ്മളുടെ പ്രോസസ്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യും. സ്കെയറി അല്ലാത്ത ക്യാപിറ്റൽ നിങ്ങൾ കയ്യിൽ വെക്കുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലാവുന്നവരെ ജോലി ചെയ്യുക, അതിൽ നിന്നുള്ള പൈസ സേവ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ട്രേഡിംഗ് വ്യൂ പോലെയുള്ള സൈറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ട്രേഡേഴ്സ് എസ്റ്റാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നിങ്ങൾ ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ലൈവ് മാർക്കറ്റിൽ വന്ന് നിങ്ങളുടെ ആക്ച്വൽ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പേ ട്രേഡിംഗ് വ്യൂവിൽ പോയി ഈ പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് നോട്ട് ചെയ്ത് ജേർണൽ ചെയ്ത് നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്യുന്ന പോലെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഇവിടെ. കാരണം 50,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് FNO ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. കാരണം ബുൾ കോൾ സ്പ്രെഡ്, ഇതുപോലെയുള്ള ബെയർ സ്പ്രെഡ്, ഇതുപോലെയുള്ള സ്പ്രെഡൊക്കെ ചെയ്യാൻ 50,000 രൂപ മതി. ശരിയാണ്, ഇങ്ങനെ പല ആൾക്കാരും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ്. ചിലർ പറയും നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചറിലോട്ട് മേടിക്കാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൽ ചെയ്യാം. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് കുറച്ച് ഹാർഡായിട്ടുള്ള ട്രൂത്ത് പറയാൻ പോകുന്നത്. ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ 50 ലക്ഷമോ 2 കോടിയോ 3 കോടിയോ ക്യാപിറ്റൽ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ പോലും അവരുടെ കയ്യിലുള്ള എല്ലാ പൈസയും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഇട്ട് മാർക്കറ്റിലേക്ക് വരാനായിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുക. സോ അങ്ങനെയുള്ള ആൾക്കാരോട് ഈ ശരിക്കും എത്ര ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സംഭവത്തിൽ ഇൻട്രസ്റ്റഡ് ആവില്ല. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് നടക്കില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് സെല്ല് ചെയ്യുന്ന ബിസിനസ് ഉണ്ടാവും, അതുപോലെ വേറെ പലതരത്തിലുള്ള ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് നുണ പറഞ്ഞേ പറ്റൂ. ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മോഹിപ്പിച്ചേ പറ്റൂ. ഓപ്ഷൻ സെല്ലിങ്ങിൽ കൂടുതൽ പ്രോബബിലിറ്റി ആണെന്ന് പറഞ്ഞ് മോഹിപ്പിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞ് മോഹിപ്പിക്കും. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഓപ്ഷൻ സെല്ലിങ്ങിൽ ഞാൻ പറഞ്ഞു ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓപ്ഷൻ സെല്ലിങ്ങിൽ 2 ലക്ഷമോ 3 ലക്ഷമോ കൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ അത് മതിയായിരിക്കും, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ 2-3 സെൻറ്റൻസ് പറയാതെ പറ്റില്ല. ഓപ്ഷൻ സെല്ലിങ്ങിൽ ഹൈ പ്രോബബിലിറ്റിയാണ്, ശരിയാണ്. പക്ഷേ ബാഡ് റിസ്ക് റിവാർഡാണ്, അതും ശരിയാണ്. പക്ഷേ ഈ ഹൈ പ്രോബബിലിറ്റി കൊണ്ട് നമുക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ വളരെ ചെറിയ എമൗണ്ടാണ്. നിങ്ങൾക്കറിയാം ഈ ഫാർ OTM ഓപ്ഷനൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് 5 രൂപ 7 രൂപയൊക്കെയാണ് പ്രീമിയം നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പലരും പറയാറുണ്ട് ബെയർ സ്പ്രെഡിന് 30,000 രൂപ മതി മാക്സിമം. ഒരു നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബെയർ സ്പ്രെഡിന് 30,000 രൂപ മതി. ഒരു സ്പ്രെഡായിട്ട് ചെയ്യുമ്പോൾ, അതായത് ബൈ ആൻഡ് സെല്ല് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാർ OTM ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, അതിനപ്പുറത്തെ ഒന്ന് ബൈ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പൈസ മതി. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? നമ്മളുടെ റിട്ടേണും വളരെ ചെറുതായിരിക്കും. ഈ ഓപ്ഷൻ സെല്ലേഴ്സ് എങ്ങനെയാണ് പ്രോബബിലിറ്റിയുടെ കൂടെ അവർ പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഹൈ ക്യാപിറ്റൽ, വെരി ഹൈ ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയാം, ഒരു 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 500 രൂപയാണ് നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 1 കോടിക്ക് ചെയ്താൽ 50,000 കിട്ടി. 50,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്, റൈറ്റ്? അതേസമയത്ത് ഈ 1 ലക്ഷം വെച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് 500 കിട്ടുന്നത്. ഈ 30,000 വെച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എത്രയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ 50,000 വെച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എത്രയാണ് കിട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും? ഒരു 250 അല്ലെങ്കിൽ 500 രൂപ വെച്ച് ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസം തന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അവിടെയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലിങ്ങും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പ്രെഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെറിയ എമൗണ്ട്, ചെറിയ പ്രീമിയം ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ മിനിമം 10 ലക്ഷത്തിൻ്റെ മുകളിലെങ്കിലും ആയിരിക്കണം. PR സുന്ദർ എന്ന് പറയുന്ന ഓപ്ഷൻ സെല്ലറെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം പണ്ട് മുതൽ ഈ കോഴ്സ് സെല്ല് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യരുത്. അത് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 10 ലക്ഷം രൂപ അന്നേരം ലെവറേജ് ഉണ്ടായിട്ട് പോലുമാണ് അത് പറയുന്നത്. ഇപ്പോൾ ലെവറേജ് ഒന്നും ഇല്ലാത്ത ഈ കാലത്ത് നിങ്ങൾക്കറിയാം, അതിനേക്കാളും കൂടുതലല്ലാതെ കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്ത് നമ്മളുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്താ? നമുക്കിവിടെ പ്രോബിലിറ്റി കൂടുതലാണ്, കുറേശ്ശെ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു മിനിമം ക്യാപിറ്റലെങ്കിലും ഇല്ലാതെ നിങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ചാടി വീഴാതിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം ഇതാണ്. ആസ് എ ബിഗിനർ നിങ്ങൾ ഇക്വിറ്റിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സ്ലോലി നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റിലേക്ക് പോകാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾക്ക് ക്യാപിറ്റൽ പലതരത്തിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം വേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതുപോലെയുള്ള സംഭവം ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പോൾ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞു, ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നല്ലൊരു ക്യാപിറ്റൽ കയറി അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ചെയ്യാതിരിക്കുക. ഓപ്ഷൻ സെല്ലിങ് നല്ലൊരു സംഭവം തന്നെയാണ്. ബാക്കി ഏത് പ്രൊഡക്റ്റിനെ പോലെയും നിങ്ങൾക്കത് ചെയ്യാൻ അറിയെങ്കിൽ അതും നല്ലൊരു സംഭവമാണ്. പക്ഷേ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അതുപോലെ ഫ്യൂച്ചേഴ്സ്, നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഫ്യൂച്ചേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷമോ 3 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്കൊരു 1 ലോട്ടോ 2 ലോട്ടോ മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റൽ കൊണ്ട് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാതിരിക്കുക.
കാരണം മിനിമം ഒരു 5 ലക്ഷം ഇല്ല, ഒരു 4 ലക്ഷമെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു മിനിമം 2 ലോട്ടെങ്കിലും വെച്ച് നമ്മളൊരു നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് ഒരു ലോട്ട് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കിയുള്ളത് നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിനെ നമ്മളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അല്ലാതെ ഞാൻ വാങ്ങി അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയേ പറ്റൂ, ഒരു ലോട്ടാണ്, പാർഷ്യൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുഴപ്പമെന്താ, മാർക്കറ്റ് ശരിക്കും നമ്മളുടെ മൂവ്മെൻറ്റ് തരുന്നതിന് മുന്നേ പേടിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം മാർക്കറ്റ് ചെറിയൊരു റിവേഴ്സൽ കൊടുക്കുമ്പോൾ ഇതാ തിരിച്ചു വരികയാണെന്നുള്ളൊരു പേടിയിൽ, പ്രത്യേകിച്ച് അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി നമ്മൾ ഡെഫിനറ്റ്ലി അത് ബുക്ക് ചെയ്യും. നമ്മളുടെ നല്ല പ്രോഫിറ്റ് നമ്മൾ ഇല്ലാതാക്കും. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ട കാര്യമാണ്, നിഫ്റ്റിയൊക്കെ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് വരുന്ന ഓരോ മൂവും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. സോ ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 4-5 ലക്ഷം ക്യാപിറ്റൽ മിനിമം വെക്കുക. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ പറയുന്നതാണ്, ഒരു 10 ലാഖിൻ്റെ ഒക്കെ അടുത്ത് ഉള്ളവരായിരിക്കും ഈ ഫാർ OTM ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലത്. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ATM, നിയർ ബൈ ATM ഒക്കെ ഒരു നിയർ OTM ഒക്കെ ചെയ്ത് സെല്ല് ചെയ്ത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ചുകൂടി ഡയറക്ഷനെ കുറിച്ചുള്ള ധാരണയുള്ളവരാണ് അങ്ങനെ ചെയ്യുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ പറയുന്ന ക്യാപിറ്റൽ ഇല്ലെങ്കിലും അവിടെ പ്രീമിയം കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് ബെനിഫിഷ്യൽ ആവാൻ പറ്റും. പക്ഷേ അഗെയിൻ ആ പറഞ്ഞ കാര്യത്തിലും നിങ്ങൾക്ക് വേണ്ടത് ഡയറക്ഷനാണ്, റൈറ്റ്? ഇപ്പോൾ ഒരു നിയർ OTM നമ്മൾ ചെയ്യുകയാണ്, ATMൻ്റെ തൊട്ടടുത്ത് 1-2 സ്ട്രൈക്ക് അപ്പുറമുള്ള OTM നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്ഷനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്നുണ്ടെങ്കിൽ പണി എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ട്രേഡേഴ്സ്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മിനിമം 20,000 ക്യാപിറ്റൽ, ബട്ട് 50,000 ഐഡിയൽ. ഈ 20,000 ആണെങ്കിലും നിങ്ങൾ അതേ പ്രോസസ്സ് ഫോളോ ചെയ്യുക, ജേണൽ ഫോളോ ചെയ്യുക. എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണ് എന്ന് പറഞ്ഞ് വെറുതെ എന്താ പറയണ്ടേ, എന്തെങ്കിലും ഒന്നും ആവട്ടെ എന്ന് വിചാരിക്കരുത്. സ്ലോലി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ പേപ്പർ ട്രേഡിങ്ങും പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും ഫ്രീ ആയിട്ട് വേറെ എവിടെയും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. പക്ഷേ ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ പേപ്പർ ട്രേഡിംഗ് എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഫ്രീ എന്ന് എനിക്കറിയില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നതാണ് അതിൻ്റെ ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യം. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, സ്ലോലി ഇമ്പ്രൂവ് ചെയ്യുക. അല്ലാതെ ഇന്ന് നാളെ മറ്റന്നാളാകുമ്പോഴേക്ക് എന്താ പറയണ്ടേ, ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട്, എനിക്കത് പ്രോഫിറ്റ് കിട്ടിയിട്ടാണ് ഇന്ന സാധനം മേടിക്കാൻ. അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോവാതിരിക്കുക. ഇതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. വേറെ ഏതൊരു ഫീൽഡിനെയും പോലെ നമുക്കിവിടെ ഒരു പെർഫെക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ ആപ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് ഫ്രീ കണ്ടൻസും അതുപോലെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ ലേണിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ പുറകെ വരും. സോ കീപ് ലേണിംഗ്. ബൈ.